നമസ്കാരം. വാരഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ PB രാജേഷ്, അസ്ട്രോളജർ ആൻഡ് ജെം കൺസൾട്ടൻറ്റ്. 12 രാശിയിൽ വരുന്നവർക്ക് എന്തെല്ലാം ഫലങ്ങളാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. മേടം രാശി, അശ്വതി, ഭരണി, കാർത്തികക്കാൽ. ഈ രാശിക്കാർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നൊരു സമയമാണ് ഇപ്പോൾ നടക്കുന്നത്. തൊഴിൽ രംഗത്ത് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാകും. ദീർഘകാലമായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ സാധിക്കും. സൽക്കാരങ്ങളിലും മംഗളകർമ്മങ്ങളിലും വിവാഹം പോലുള്ള ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കാൻ സാധിക്കുന്ന ഒരു കാലമാണ്. എല്ലാ കാര്യങ്ങളും ഉത്സാഹത്തോടുകൂടി ചെയ്തു തീർക്കാനും പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും പൊതുവെ എല്ലാത്തിനും ഉന്മേഷവും തോന്നുന്ന ഒരു ആഴ്ചയാണ് ഇത്. ഇടവൻ രാശി, കാർത്തിക മുക്കാല്, രോഹിണി, മകയിര. ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ളൊരു വാരമാണ് ഇപ്പോൾ നടക്കുന്നത്. കുടുംബജീവിതം സന്തോഷകരമായിരിക്കും. തൊഴിൽ രംഗത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. ദൈവാധീനമുള്ള സമയമായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ചെറിയ പ്രതീക്ഷിക്കാത്ത പെട്ടെന്നുള്ള ചെറിയ യാത്രകൾക്കൊക്കെ യോഗം കാണുന്നുണ്ട്. ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മിഥുനരാശി, മകയിര, തിരുവാതിര, പുണർതം മുക്കാൽ. ഈ രാശിക്കാർക്ക് ആഗ്രഹിക്കുന്ന പോലെ പല കാര്യങ്ങളും നടക്കും. ദീർഘകാലമായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. വാക്കുകൾ കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കെല്ലാം, അതായത് അഡ്വക്കേറ്റ്സ്, ടീച്ചേഴ്സ്, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കെല്ലാം പല നേട്ടങ്ങളും കൈവരിക്കാനൊക്കെ സാധിക്കുന്നതാണ്. കലാകാരന്മാർക്ക് അംഗീകാരങ്ങളും ബഹുമതികളും ലഭിക്കാനുള്ള യോഗവും കാണുന്നുണ്ട്. കർക്കിടക രാശി, പുണർതം കാല്, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് ഭാഗ്യം കുറഞ്ഞ ഒരു സമയമായിട്ട് അനുഭവപ്പെടും. പല കാര്യങ്ങൾക്കും പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങളും പ്രതിബന്ധങ്ങളൊക്കെ നേരിടേണ്ടി വരാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. എന്നാൽ ചില പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാനൊക്കെ വാരാന്ത്യത്തിൽ സാധിക്കുന്നതാണ്. ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. പങ്കാളിയുമായിട്ട് അഭിപ്രായ ഭിന്നതയോ തർക്കമോ കലഹമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അത്തരം കാര്യങ്ങളിലെല്ലാം വിട്ടുനിൽക്കാനും അനാവശ്യമായിട്ടുള്ള മറ്റുള്ളവരുടെ തർക്കങ്ങളിലും കലഹങ്ങളിലും ഇടപെടാതിരിക്കാനും ശ്രദ്ധിക്കുക. ചിങ്ങരാശി, മകം, പൂരം, ഉത്രത്തിൽ കാൽ. ഈ രാശിക്കാർക്ക് ഭൂമി സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ നടത്താനും ഭൂമിയിൽ നിന്നുള്ള ആദായം വർദ്ധിക്കാനും കൃഷി കാര്യങ്ങളിൽ നേട്ടമുണ്ടാവാനൊക്കെ യോഗം കാണുന്നുണ്ട്. സർക്കാരിൽ നിന്ന് ചില അംഗീകാരങ്ങളും ബഹുമതികളും ഒക്കെ ലഭിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. മികച്ച പ്രവർത്തനത്തിനുള്ള അംഗീകാരങ്ങളൊക്കെ ലഭിക്കാനും സർക്കാർ ഓഫീസുമായി ബന്ധപ്പെട്ട് ചില രേഖകളൊക്കെ കൈവശം വന്നു ചേരാനൊക്കെ യോഗം കാണുന്നുണ്ട്. കന്നിരാശി, ഉത്രം മുക്കാൽ, അത്തം, ചിത്തിരാര. ഈ രാശിക്കാർക്ക് ഉദ്ദേശിക്കുന്ന പോലെ പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധിക്കും. എന്നാൽ ആരോഗ്യപരമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എതിർപ്പുകൾ കൂടുതലായിട്ട് നേരിടേണ്ടി വരാം. ശത്രുക്കളൊക്കെ വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. തർക്കങ്ങളും കലഹങ്ങളും ഒക്കെ ഒഴിവാക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. തുലാം രാശി, ചിത്തിരാര, ചോതി, വിശാഖം മുക്കാൽ. ഈ രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ഭാഗ്യമുള്ളൊരു സമയമാണ്. ഈശ്വരാധീനം കൊണ്ട് തന്നെ പല കാര്യങ്ങളും നടക്കും. പണത്തിന് ഞെരുക്കം ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കുറവാണ്. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. പുതിയ ചുമതലകൾ ലഭിക്കാനും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും പ്രൊമോഷൻ ലഭിക്കാനും ഒക്കെ ഈ ആഴ്ചയിൽ സാധിക്കുന്നതാണ്. വൃശ്ചികരാശി, വിശാഖം കാല്, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്ന പോലെ ചെയ്തു തീർക്കാൻ സാധിക്കും. ദൈവാധീനം കുറഞ്ഞ സമയമായതുകൊണ്ട് പ്രാർത്ഥനകളും വഴിപാടുകളും എല്ലാം മുടങ്ങാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ബന്ധുക്കളിൽ നിന്ന് ചില എതിർപ്പുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. വീട് പുതുക്കി പണിയാനോ മോടി പിടിപ്പിക്കാനോ വീടുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചെയ്യാനൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ അതെല്ലാം നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഭൂമിയിൽ നിന്നുള്ള ആദായം വർദ്ധിക്കുകയും ചെയ്യും. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടത്തിൽ കാൽ. ഈ രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ളൊരു വാരമാണ്. കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാകാനും വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരാനൊക്കെ സാധ്യതയുണ്ട്. യാത്രകൾ ഗുണകരമായിരിക്കും. വിദേശ യാത്രക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തിക നില ഭദ്രമായിരിക്കുകയും ചെയ്യും. മകരരാശി, ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടമര. ഈ രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വാരമാണ്. പല കാര്യങ്ങളും നടക്കാനായിട്ട് ഒരുപാട് പ്രാവശ്യം പരിശ്രമിക്കേണ്ടി വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ശത്രുക്കളിൽ നിന്ന് ഉപദ്രവം ഉണ്ടാവുമെങ്കിലും വലിയ പ്രശ്നങ്ങളില്ലാതെ തരണം ചെയ്ത് ശത്രുക്കളെയൊക്കെ ഓവർകം ചെയ്തിട്ട് പോകാൻ സാധിക്കും. അസുഖങ്ങളെല്ലാം തരണം ചെയ്യാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. എന്നാൽ അനാവശ്യ തർക്കങ്ങളും കലഹങ്ങളും ഉണ്ടാവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കുംഭരാശി, അവിട്ടാര, ചതയം, പൂരിട്ടാതി മുക്കാൽ. ഈ രാശിക്കാർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. സ്വർണ്ണാഭരണങ്ങളും മറ്റും സമ്മാനമായിട്ട് ലഭിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. സൈനിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും നല്ല സമയമാണ്. കോടതി കാര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് തീരുമാനം വരാനും യോഗം കാണുന്നുണ്ട്. മീനരാശി, പൂറ്റാതി കാല്, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക്
ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും ചെയ്തു തീർക്കാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. കടം കൊടുത്ത പണമൊക്കെ തിരിച്ചു കിട്ടാനുള്ള യോഗം കാണുന്നുണ്ട്. വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടുകളെല്ലാം നീണ്ടുപോകാനുള്ള യോഗമുണ്ട്. പുതുതായിട്ട് പല സംരംഭങ്ങളും തുടങ്ങാൻ ഈ ആഴ്ച അത്ര ഗുണകരമല്ല. ചില എതിർപ്പുകളും പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരാം. ചിലവുകൾ വർദ്ധിക്കാനും യോഗം കാണുന്നുണ്ട്.